പഹൽഗാമിൽ ആക്രമണം നടത്തിയ കശ്മീരി ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകി ജമ്മു കശ്മീർ പോലീസ്. സ്ലീപ്പർ സെൽ തീവ്രവാദി ആദിൽ തക്കാന്റെയും TRF നേതാവ് ഹസൻ മസൂരി ഷായുടെയും വീടുകൾ ബോംബിട്ട് തകർത്തു. സ്ഫോടനത്തിലൂടെ വീട് തകർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ പാക് ഭീകരർ നുഴഞ്ഞു കയറിയത് 1.5 വർഷം മുമ്പെന്ന് റിപ്പോർട്ട്. സഹായിച്ച ലഷ്കർ സ്ലീപ്പർ സെല്ലിലെ 5 പേരെ NIA അറസ്റ്റ് ചെയ്തു. പഹൽഗാമിൽ ഇവർക്ക് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നറിയാൻ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. അതേസമയം ആക്രമണം നടത്തിയ തീവ്രവാദികളായ ഹാസിം മൂസ, അലിബായ്, ആദിൽ ഹുസൈൻ അടക്കം 5 പേർ മലനിരകളിൽ ഒളിച്ചിരിക്കുന്നു എന്നുള്ള വിവരം സുരക്ഷാ സേനകൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിനിടെ ബന്ദിപ്പോരിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി പഹൽഗാമിൽ നിന്ന് ശരത് ലാലാണ് ചേരുന്നത്. ശരത് ലാൽ, ജമ്മു കശ്മീർ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഭീകരവാദത്തോട് സന്ധിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നടപടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഭീകരവാദികളെ സഹായിച്ചവർക്ക് നേരെ, ഭീകരവാദ ബന്ധമുള്ളവർക്ക് നേരെ അതിശക്തമായ നടപടി, അവരുടെ വീടുകൾ ബോംബിട്ട് തകർക്കുന്ന നിലയിലേക്ക് ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. ഉറപ്പായും വലിയ സന്ദേശം തന്നെ കൊടുക്കുകയാണല്ലേ ജമ്മു സർക്കാർ? ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഇതാദ്യമായിട്ടാണ് ജമ്മു കാശ്മീർ സർക്കാരും അതുപോലെ ജമ്മു കാശ്മീർ പോലീസും തീവ്രവാദത്തെ സഹായിക്കുന്നവരെയും തീവ്രവാദത്തിനെതിരെയും ശക്തമായ നടപടികൾ എടുക്കുന്നത്. ഇതാദ്യമായിട്ടാണ് ജമ്മു കാശ്മീരിലെ ജനത തീവ്രവാദത്തിനെതിരെ അല്ലെങ്കിൽ ലഷ്കർ തോയ്ബക്കെതിരെ ശക്തമായി രംഗത്ത് വരുന്നതും ഇതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് സർക്കാരിനും ഇത്തരമൊരു നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നതും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ആക്രമണം നടന്ന തീവ്രവാദ ആക്രമണം പഹൽഗാമിലാണ്. ലക്ഷ്മി ഇവിടെ വന്നിരുന്നു അല്പം 20 ദിവസം മുമ്പ് അറിയാം. ഇപ്പോൾ നമുക്ക് കാണാം ഇത് വളരെയധികം ശാന്തമായ ഒരു സ്ഥലമാണ്. ഇപ്പോൾ ശാന്തതയാണ്. ഈ സ്ഥലത്താണ് വളരെ ഈ 4 മലനിരകളാൽ ചുറ്റും മലനിരകളാൽ മഞ്ഞുമൂടിയ മലനിരകളാൽ ചുറ്റപ്പെട്ട പ്രദേശം. അതിൻ്റെ താഴെ കൂടി ഒഴുകുന്ന ജലം നദി തുടങ്ങിയ പാകിസ്ഥാനിൽ നിന്ന് ഉത്ഭവിച്ച ഇവിടെ എത്തുന്ന ജലം നദി, ഇതൊക്കെയുള്ള പഹൽഗാമിൻ്റെ ഈ സുന്ദരമായ ഒരു പഹൽഗാമിനെയാണ് ഈ തീവ്രവാദികൾ 10, 15, 20 അല്ലെങ്കിൽ അരമണിക്കൂറിലേറെ സമയം കൊണ്ട് ഇവിടുത്തെ ടൂറിസത്തെ നശിപ്പിച്ചു കളഞ്ഞത് എന്ന് വേണം പറയാം. ഇപ്പോൾ തികച്ചും വിജനമാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന മലനിരകളാണ് ഈ തീവ്രവാദികൾക്ക് വേണ്ടി സുരക്ഷാ സൈന്യം 3 ബാച്ചുകളായിട്ട് തിരച്ചിൽ നടത്തുന്നത്. ഇന്നലെ നമുക്ക് അവരോടൊപ്പം പോകാൻ കഴിഞ്ഞിരുന്നു. ഇത് കൂടുതൽ ശക്തമായ തെരച്ചിലായതുകൊണ്ട് തന്നെ, കാരണം തീവ്രവാദികൾ ഏറ്റുമുട്ടും എന്നൊരു അഥവാ കണ്ടെത്തി കഴിഞ്ഞാൽ തിരിച്ച് റിട്ടാലിയേഷൻ ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെയോ മറ്റു ആരെയോ അവരൊക്കെ അകത്തേക്ക് വിടുന്നില്ല. ഇപ്പോൾ മുകളിലേക്കുള്ള പാതകളൊക്കെ ബൻസൂരി വാലിയിലേക്കുള്ള പാതയടക്കം പൂർണ്ണമായി അടച്ചു ആർമിയും CRPയും അടച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഇവിടെ ഒരു 500ഓളം കുതിരകളുണ്ടായിരുന്നു. ലക്ഷ്മി, കുതിരകളായിരുന്നു, പോണിയായിരുന്നു ഇവർ ടൂറിസ്റ്റുകളെ മുകളിലെ മൻസൂരി വാലിയിൽ അടക്കം എത്തിച്ചിരുന്നത്. നമുക്ക് കാണാം ഈ കുതിരകളൊക്കെ അഴിച്ചിട്ടിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ജോലിയില്ല. സ്വാഭാവികമായിട്ട് എന്നാണ് ഇപ്പോൾ 7 ദിവസത്തേക്ക് ഈ ഔദ്യോഗികമായിട്ട് മർച്ചൻ്റ് അസോസിയേഷൻ പഹൽഗാവ് അടച്ചിട്ടിരിക്കുകയാണ്. ഇത് സുരക്ഷാ സംവിധാനങ്ങൾ കൂടി സഹായകരമാണ്. കാരണം ഇപ്പോൾ സുരക്ഷാ മൂവ്മെൻറ്റ് മാത്രമേ പഹൽഗാവിലുള്ളൂ. സൈനികരെ മാത്രമേ എവിടെ നോക്കിയാൽ കാണാൻ കഴിയുള്ളൂ. തികച്ചും വിജനവുമാണ്. നമുക്ക് ലഭിച്ച വിവരം, ഇന്നലെ നടന്ന തിരച്ചിലിൽ ചൈനീസ് നിർമ്മിത അത്യാധുനിക വാർത്താവിനിമയ ഉപകരണങ്ങളും ബൈനോക്കുലേഴ്സും അതുപോലെ 50 AK-47 മാഗസിനുകളും കണ്ടെത്താൻ പറ്റി. ബൻസൂരി ഹില്ലിനോടടുത്തുള്ള ഒരു മലച്ചരിവിലെ പാറക്കൂട്ടലിടയിലുള്ള ഗുഹയിൽ നിന്നാണ് സുരക്ഷാ സേനയ്ക്ക് ഇത് കണ്ടെത്താൻ കഴിഞ്ഞത്. അത് സംബന്ധിച്ച ഈ ചൈനീസ് വാർത്താ ഉപഗ്രഹ വിനിമയ ഉപകരണങ്ങൾ ഡൽഹിയിലേക്ക് ഇന്ന് തന്നെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട്
ആർമി അയച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നവർ. ഇതുകൊണ്ട് തന്നെ ഈ 5 തീവ്രവാദികൾ, 5 മുതൽ 7 വരെയുള്ള തീവ്രവാദികൾ ഈ മലനിരകളിൽ ഒളിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സുരക്ഷാ സേന കണക്കാക്കുന്നത്. ഏതായാലും ഇപ്പോൾ തിരച്ചിൽ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് വഴിയെ വരും. ഇത് മാത്രമല്ല, ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് ഈ ഒളിച്ചിരിക്കുന്ന ഭീകരർക്കായുള്ള തെരച്ചിൽ അവിടെ നടക്കുന്നത്? ഇപ്പോൾ ബൻസൂരി ഹില്ലിൻ്റെ തൊട്ട് ബാക്കുള്ള ഈ ഫോറസ്റ്റ് ഡിവിഷൻ ഉണ്ട്, ലിയാത്ത് സെക്ടർ 2 ഫോറസ്റ്റ് ഡിവിഷനിലാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. അവിടെ നിന്നാണ് ഇന്നലെയും തെരച്ചിൽ നടത്തിയത്. അവിടെ നിന്ന് 16 കിലോമീറ്റർ അകലെ വരെ തെരച്ചിൽ സംഘം എത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് പുറകിലേക്കുള്ള തെരച്ചിൽ ഇന്നലെ നിർത്തിവെച്ചിരുന്നു. കനത്ത മഴ കാരണമാണ് തെരച്ചിൽ നിർത്തിവെച്ചത്. ഇന്ന് അവിടെ പോലീസ് പട്ടാളത്തിൻ്റെ സുരക്ഷാ സൈനികർ കാവലുണ്ട്. അതിന് തുടർന്നുള്ള മേഖലകളാണ് ഇപ്പോൾ തെരച്ചിൽ. നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. കാരണം മലനിരകളിൽ മഞ്ഞുമൂടിയ അതിൻ്റെ തൊട്ട് ബാക്കുള്ള ഈ മനുഷ്യവാസ യോഗ്യമായ കാടുകളാണ്, പൈൻ ഫോറസ്റ്റുകളാണ്. അവിടെയാണ് ഈ തീവ്രവാദികളുടെ സാന്നിധ്യം ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ തിരിച്ചറിഞ്ഞത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഏതായാലും ഇതിന് പ്രധാനമന്ത്രി ഇന്ന് വളരെ വ്യക്തമായി BBC-ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ അക്രമത്തിന് പിന്നിലായവരെയും അവരെയൊക്കെയുള്ള പിന്നിൽ പുറത്തു വെച്ചവരെയും ഉന്മൂലനം ചെയ്യും. അത് അവർ ഇന്ത്യയിലായാലും ശരി, വിദേശത്തായാലും ശരി, ലോകത്തെ എവിടെയായാലും ശരി, അക്കാര്യത്തിൽ ഇന്ത്യ സർക്കാർ ഉന്മൂലനം ചെയ്യും എന്നൊരു പ്രഖ്യാപനം BBC-ക്ക് കൊടുത്തൊരു അഭിമുഖത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവനയിൽ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതേ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ജമ്മു കാശ്മീർ പോലീസും ആർമിയും അതേപോലെ തന്നെ CRPF-ഉം ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. ഇതിനുവേണ്ടി എല്ലാവിധ സഹായ സഹകരണങ്ങളും അത്യാധുനിക ഉപഗ്രഹ ചിത്രങ്ങളടക്കം ചെയ്യുന്നുണ്ട്. തീവ്രവാദികൾ നഗരങ്ങളിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അക്രമം നടന്ന ശേഷം ആ ഫെൻസിങ്, അതായത് ആ വേലി ചാടിക്കടന്ന് അവർ കാടുകളിലേക്ക് മറഞ്ഞു എന്ന് ദൃക്സാക്ഷി മൊഴികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നഗരങ്ങളിൽ ചുറ്റുമുള്ള ജനവാസയോഗ്യമാണ്. ബൻസുർവാരിയിൽ ജനവാസയോഗ്യമല്ല. ജനവാസയോഗ്യമായ ഏക സ്ഥലം എന്ന് പറഞ്ഞാൽ പഹൽഗാമാണ്. ഈ ഏരിയയിൽ പഹൽഗാം കഴിഞ്ഞാൽ കിലോമീറ്ററോളം പാകിസ്ഥാൻ അതിർത്തി വരെ നമുക്ക് കാണാം. പാകിസ്ഥാൻ ബാരമുള്ളയാണ് ഇതിൻ്റെ പുറകിൽ, ഇതിൻ്റെ പുറകിലാണ് ബാരമുള്ള. പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് പോകുന്ന വഴിയാണ്. ആ വഴിയിലൊന്നും അവിടുന്ന് മനുഷ്യവാസമില്ല. ചെങ്കുത്തായ മഞ്ഞുമൂടിയ പർവ്വതങ്ങൾ മാത്രമാണുള്ളത്. പിന്നെ ആർമിയുടെ ടെലികമ്മ്യൂണിക്കേഷൻ നമുക്ക് ടവർ കാണാം, ഇത്തരം ആർമി ക്വാർട്ടേഴ്സുകൾ കാണാം. ഇത്രയും കാര്യങ്ങളാണ് ഈ പുഴ കടന്ന ശേഷം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ പ്രത്യേകത എന്നുള്ളത് അതേപോലെ തന്നെ IB-യുടെയും പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദികൾ 1.5 വർഷം മുമ്പ് ഇന്ത്യയിലേക്ക്, കശ്മീരിലേക്ക് നുഴഞ്ഞു കയറി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ വിവരങ്ങളൊക്കെ ആരാണ് അവിടെ സ്ഥിരീകരിച്ചിരിക്കുന്നത്? വളരെ നീണ്ട ഒരു പ്ലാനിംഗ് തന്നെ ഇതിനു പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. 1.5 വർഷം മുമ്പ് നുഴഞ്ഞു കയറി ഇങ്ങനെ ടൂറിസ്റ്റുകൾക്ക് നേരെ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ അവർ വളരെ വിശദമായ പദ്ധതി തന്നെ തയ്യാറാക്കി കാണും. വളരെ നീണ്ട കാലത്തെ പ്ലാനിംഗ് എന്ന് വെളിവാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്, അല്ലേ ശരത്? ലക്ഷ്മി പറഞ്ഞതാണ് അതിൻ്റെ ഒരു സത്യം. കാരണം വളരെ വ്യക്തമായ പ്ലാനിങ്ങിലൂടെ എപ്പോഴാണ് എങ്ങനെയാണ് ആക്രമണം നടത്തേണ്ടത്, അതായത് അതിർത്തിക്കപ്പുറത്തുനിന്നുള്ള ഗൂഢാലോചന നടത്തുന്ന തോയ്ബ അല്ലെങ്കിൽ IS-യുടെ നേതാക്കൾ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്യോഗസ്ഥർ എപ്പോഴാണോ സ്വിച്ച് ഇടുന്നത് അപ്പോൾ ആക്രമണം നടത്തുക, അതുവരെ സംവിധാനങ്ങൾ ഒരുക്കുക എന്ന രീതിയിലുള്ള ഒരു ആക്രമണ പരമ്പരയാണ് ഇവിടെ അഴിച്ചുവിട്ടത് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം 1.5 വർഷം മുമ്പ് ഇന്ത്യയിലേക്ക് എത്തുക, നുഴഞ്ഞു കയറി എത്തുക, 1.5 വർഷം അനന്തനാഗ്, അതായത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുള്ള 2 സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൻ്റെ അടുത്ത് തന്നെ വിവിധ കള്ളപ്പേരുകളിൽ താമസിക്കുക, സഹായം നൽകുക. അക്രമത്തിന് ഓർഡർ കിട്ടിയപ്പോൾ, കാരണം അക്രമം നടന്ന ദിവസങ്ങൾ വളരെ വ്യക്തതയോടെ നമ്മൾ കാണുന്നുണ്ട്. 1 അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലുണ്ട്, 2 ആക്രമണം നടത്തിയ സമയം വളരെ പ്രത്യേകതകൾ ഉള്ള സമയമായിരുന്നു. അതിനായി അവർ തെരഞ്ഞെടുത്തത്. ശരത്ത്, തിരിച്ചെത്താം. കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും അവിടെ നിന്നും അറിയേണ്ടതുണ്ട്. അതറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. എത്താം ശരത്തിലേക്ക്.